Dear friends, welcome to all. This is Srikumar with you. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ വലിയൊരു ആഗ്രഹം. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ഉതകുന്നതാണോ എന്ന് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. എന്തെന്നാൽ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ വി ആർ ആൾവേസ് സ്റ്റഡിയിങ് ദി എൻജിനീയറിംഗ് പാർട്ട് ഓഫ് ദി സെൻറ്റൻസ്. ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ എൻജിനീയറിംഗ് പാർട്ടാണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് വെർബ്, അഡ്ജക്റ്റീവ് ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ പഠിക്കും. എന്നാൽ അതെവിടെ ഉപയോഗിക്കണമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം. അതായത് ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് കാറിൻ്റെ എൻജിനീയറിംഗ് സൈഡ് മൊത്തം പഠിച്ചു, ഡ്രൈവിംഗ് മാത്രം പ്രാക്ടീസ് ചെയ്യില്ല. അതാണ് നമ്മളുടെ അവസ്ഥ. എൻജിനീയറിംഗ് സൈഡ് അറിയില്ലെങ്കിലും നമുക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് പറയാനുള്ളത്, ഇതിൻ്റെ എൻജിനീയറിംഗ് പാർട്ടാണ്. അതിൻ്റെ ഓരോ പാർട്സ് ഓഫ് സ്പീച്ചൊന്നും അറിയില്ലെങ്കിലും നമുക്ക് ഈസിയായി സംസാരിക്കാൻ പറ്റും. അതിന് വേണ്ടത് റിയൽ ലൈഫ് സെൻറ്റൻസസ് ഓർ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. വി ഷുഡ് പ്രാക്ടീസ് സച്ച് സെൻറ്റൻസസ്. റിയൽ ലൈഫുമായി ബന്ധപ്പെട്ട സെൻറ്റൻസുകൾ പ്രാക്ടീസ് ചെയ്യുക. ഇഫ് പോസിബിൾ ലിസൺ മോർ ആൻഡ് മോർ. ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രദ്ധിക്കുക. യു വിൽ ബിക്കം ബെറ്റർ ആൻഡ് ബെറ്റർ. നിങ്ങൾ വീണ്ടും വീണ്ടും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കും. യു വിൽ ബിക്കം എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ. നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാൻ പറ്റും. പക്ഷേ ഇതിനിടയ്ക്ക് ചെറിയ ചെറിയ ചില ഫ്രേസുകളുണ്ട്. അതിൻ്റെ ഓരോർത്ഥം നമുക്കറിയാമായിരിക്കും. ഉദാഹരണത്തിന് ഔട്ട് ഓഫ്, അതിനെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച്, അതായത് സന്ദർഭം അനുസരിച്ച് അതിൻ്റെ അർത്ഥം ചെറുതായിട്ടൊന്ന് മാറും. അങ്ങനെയുള്ളത് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് ഇംഗ്ലീഷ് നമുക്ക് കേട്ടാൽ മനസ്സിലാവാത്തത്, നമുക്ക് പലപ്പോഴും പറയാനും പറ്റാത്തത്. കേട്ടാൽ മനസ്സിലാവുമെങ്കിൽ തീർച്ചയായും നമുക്ക് അത് പറയാനും പറ്റും. ആ സെൻറ്റൻസുകൾ നമ്മളെ മനസ്സിൽ ഉറച്ചിരിക്കും. അപ്പം അങ്ങനെ മനസ്സിലാക്കാനായിട്ട് ചെറിയ ചെറിയ ചില ഫ്രേസുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങൾ. അതിലൊന്നാണ് ഔട്ട് ഓഫ്. ഔട്ട് ഓഫ്, ഈ ഔട്ടിൻ്റെ കൂടെ OF കൂടെ ചേരുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് ചെറുതായിട്ടൊന്നും മാറും. നമുക്കതെന്താണെന്ന് നോക്കാം. ഓക്കെ, ഔട്ട് ഓഫ് സ്റ്റേഷൻ. ഔട്ട് ഓഫ് സ്റ്റേഷൻ നമ്മൾ സാധനം പറയാം. അവൻ എവിടെയാണ്? ഔട്ട് ഓഫ് സ്റ്റേഷൻ. അതായത് അവൻ ഇവിടെ ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔട്ട് ഓഫ് ഹൗസ്, ഹൗസിന് വെളിയിലാണ്. ഔട്ട് ഓഫ് കൺട്രി, ഈ രാജ്യത്തിന് പുറത്താണ് എന്നുള്ളതാണ് ഔട്ട് ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെൻറ്റൻസ് നോക്കാം. ദ ഗെയിം പ്ലേഡ് ഔട്ട് ഓഫ് പാകിസ്ഥാൻ. ദാറ്റ് മീൻസ് ദ ഗെയിം പ്ലേഡ് ഔട്ട്സൈഡ് പാകിസ്ഥാൻ. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ടുള്ള ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ എന്ത് ചെയ്തു? പാകിസ്ഥാനെ കളിക്കാനായി വിസമ്മതിച്ചു. ഇന്ത്യ റെഫ്യൂസ് ടു പ്ലേ ഇൻ പാകിസ്ഥാൻ. ദാറ്റ് ഈസ് വൈ ദ ഗെയിംസ് റിലേറ്റഡ് വിത്ത് ഇന്ത്യ ആർ ഷിഫ്റ്റഡ് ടു ദുബായ്. ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട ഗെയിംസുകൾ ദുബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഔട്ട് ഓഫ് പാകിസ്ഥാൻ മീൻസ് പാകിസ്ഥാന് വെളി, ഔട്ട്സൈഡ് ഓഫ് പാകിസ്ഥാൻ. നെക്സ്റ്റ്, ഹി കെയിം ഹിയർ ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഇതും ഈ അർത്ഥമായിട്ട് ശരിക്കും വ്യത്യാസമാണ്. ഹി കെയിം ഹിയർ ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവിടെ ഔട്ട് ഓഫിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ്, കാരണമാണ്. റെസ്പോൺസിബിലിറ്റി കാരണമാണ്, അവൻ്റെ ഉത്തരവാദിത്തം കാരണമാണ് അവൻ ഇവിടെ വന്നത്. ഹീ കെയിം ഹിയർ ഔട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി. അവനിവിടെ വന്നത് ഉത്തരവാദിത്തം കാരണം ആണ്. ആ റീസൺ ആണത് കാണിക്കുന്നത്. ഷീ ഹെൽപ്ഡ് ഹിം ഔട്ട് ഓഫ് കൈൻഡ്നസ്. ദയ കാരണമാണ് അവൾ അവനെ സഹായിച്ചത്. അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസും ബിക്കോസ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ്. ആ കാരണമാണ് അവിടെ കാണിച്ചിരുന്നത്, റീസൺ. ഷീ ഹെൽപ്ഡ് ഹിം ബിക്കോസ് ഓഫ് കൈൻഡ്നസ്. അവൻ്റെയോടുള്ള ദയ കൊണ്ടാണ് അവൾ അവനെ സഹായിച്ചത്. അപ്പോൾ അവിടുത്തെ ഔട്ട് ഓഫിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഹി ഗോട്ട് 5 ഔട്ട് ഓഫ് 10 മാർക്സ്. 10ൽ 5 മാർക്ക് അവന് കിട്ടിയെന്നാണ്. 5 ഔട്ട് ഓഫ് 10. അപ്പോൾ ഒരു നിശ്ചിത എണ്ണത്തിൻ്റെ ഭാഗം കാണിക്കാനും ഔട്ട് ഓഫ് നമ്മൾ ഉപയോഗിക്കും. ഇത് നമ്മൾ പലയിടത്തും കാണുന്നതാണ്, ഒരുപാട് കേൾക്കുന്നതാണ്. 20 ഔട്ട് ഓഫ് 100, അതായത് 120 എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100ൻ്റെ ഇത്ര ഭാഗം. അപ്പം ഈ ഔട്ട് ഓഫും തമ്മിൽ അർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. നെക്സ്റ്റ്, വി ആർ ഔട്ട് ഓഫ് മിൽക്ക്. വി ആർ ഔട്ട് ഓഫ് മിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാലില്ലാത്തൊരവസ്ഥയിലാണ്, അതായത് നമ്മളുടെ കൈവശം പാലില്ല എന്നാണ് വി ആർ ഔട്ട് ഓഫ് മിൽക്ക്. അപ്പം ഇനി അടുത്തേക്ക് പോകും. അപ്പോൾ അതായത് ഇവിടെ മിൽക്കിൻ്റെ ആബ്സെൻസ്, വി ആർ ഔട്ട് ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ ആബ്സെൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, അല്ലെങ്കിൽ മിൽക്കിൻ്റെ ആബ്സെൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ആബ്സെൻസ് കാണിക്കാനും
ഇല്ലായ്മ കാണിക്കാൻ അത് നമുക്ക് ഉപയോഗിക്കാം. വി ആർ ഔട്ട് ഓഫ് മിൽക്ക്. നെക്സ്റ്റ്, വി റാൻ ഔട്ട് ഓഫ് റൈസ്. വി റാൻ ഔട്ട് ഓഫ് റൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ള ആ അരി കംപ്ലീറ്റ് ഉപയോഗിച്ച് തീർന്നു, കൺസ്യൂം ഉപയോഗിച്ച് തീർന്നു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വി റാൻ ഔട്ട് ഓഫ് റൈസ്, നമ്മളെ ഉള്ള എല്ലാം ഉപയോഗിച്ച് തീർന്നു, അത് നമ്മളെ സ്റ്റോക്ക് തീർന്നു എന്നാണ് ഉദ്ദേശം. വി റാൻ ഔട്ട് ഓഫ് റൈസ്. ഇനി അത് എന്നൊന്നുകൂടെ, ഹി റാൻ ഔട്ട് ഓഫ് ദി ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഉള്ള വീട് മൊത്തം ഉപയോഗിച്ച് തീർന്നു എന്നല്ല എൻ്റെ മീനിങ്. ഹി റാൻ ഔട്ട് ഓഫ് ദ ഹൗസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ വീട്ടിന് പുറത്തേക്ക് ഓടി. അപ്പോൾ സന്ദർഭം അനുസരിച്ച് അത് മനസ്സിലാക്കി ശീലിക്കണം. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൂടുതൽ കേൾക്കുക, അപ്പോഴേ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാവും. കേൾക്കുക, ബുക്കുകൾ വായിക്കുക, നോവലുകൾ അതേപോലെയുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ വായിക്കുക. നെക്സ്റ്റ് സെൻറ്റൻസ്, ഷീ ലെഫ്റ്റ് ദ ജോബ് ഔട്ട് ഓഫ് ഫ്രസ്ട്രേഷൻ. ഫ്രസ്ട്രേഷൻ കാരണമാണ് അവൾ ആ ജോബ് വിട്ടത്. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിരാശ കാരണം അവൾ ആ ജോബ് വിട്ടു. അല്ലെങ്കിൽ ഷീ ലെഫ്റ്റ് ദ ജോബ് ഔട്ട് ഓഫ് ഡിഫിക്കൽട്ടി. ബുദ്ധിമുട്ട് കാരണമാണ് അവൾ ആ ജോബ് വിട്ടത്. അപ്പോൾ ഇവിടെ എന്താണ്? ആ റീസൺ ആണ് കാണിച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നാണ്. അപ്പോൾ ഔട്ട് ഓഫ് അവിടെ റീസൺ, ബികാസ് ഓഫ് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറെ, ദിസ് ടേബിൾ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് വുഡ്. ഈ ടേബിൾ വുഡിൽ നിന്ന് വുഡ് ഉപയോഗിച്ച്, യൂസിങ് വുഡ് ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അപ്പോൾ അപ്പോഴും ഔട്ട് ഓഫ് നമ്മൾ ഉപയോഗിക്കും. ദിസ് സ്കൾപ്ചർ ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് ക്ലേ. ഈ ക്ലേ കൊണ്ടാണ് ഈ സ്കൾപ്ചർ, അതായത് ശില്പം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫിന് ഇങ്ങനത്തെ കുറച്ച് ഡിഫറെൻ്റ് മീനിങ്ങുകളുണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ കാരണം ഇത് വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നൊരു സാധനമാണ്. പ്രത്യേകിച്ചും പത്രവായനയിലെല്ലാം തന്നെ നമുക്കിത് കാണാൻ പറ്റും. സോ യു മസ്റ്റ് മാസ്റ്റർ ദീസ് ടൈപ്പ് ഓഫ് simple phrases to become fluent in English. If you do this continuously, you will become fluent in English in a short period of time. And I have no doubt in that case. Okay? If you like this, please subscribe my channel and support me. I will be with you with another interesting video in a short period of time. Once again, thank you for all. Okay? This is Sri Kumar signing off.